ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചരിത്രത്തിൽ താല്പര്യമുള്ള ആളുകൾ എപ്പോഴും ചിന്തിക്കാനിടയുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഹിറ്റ്ലർക്ക് ഇത്രയേറെ ജൂതവിരോധം ഉണ്ടായതെന്ന്. അക്കാലത്ത് റഷ്യയിലും യൂറോപ്പിലുമെല്ലാം ഈ ജൂതവിരോധം ഉണ്ടായിരുന്നു. ഷേക്സ്പിയർ കഥയിൽ പോലും ഷൈലോക്ക് എന്ന ജൂതനായ ഒരു ക്രൂരനെ കാണാം. 2000 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ജൂതമത വിശ്വാസികൾ പിന്നീട് സ്വന്തമായൊരു രാജ്യമില്ലാതെ ലോകത്തിൻ്റെ നാനാഭാഗത്തും എത്തപ്പെട്ടു. അവർ ജന്മനാ വലിയ ബുദ്ധിശക്തിയുള്ളവരും തന്ത്രശാലികളുമായിരുന്നു അത്രേ. അതുകാരണം തന്നെ അവർ എത്തിപ്പെട്ട ഇടങ്ങളിലെല്ലാം അവർ നേട്ടങ്ങൾ കൊയ്തു. പലിശയും ബിസിനസ്സും മറ്റുമായി അവർ അവിടെയെല്ലാം വളർന്നു. അവർ ചെന്ന ഇടങ്ങളിലെല്ലാം മറ്റുള്ളവരുടെ പോരായ്മകളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അവർ സമ്പന്നരായത് എന്ന് ആ രാജ്യങ്ങളിലുള്ളവരൊക്കെ പൊതുവെ വിശ്വസിച്ചു. ആ ഇടക്കാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി തകർന്നു പോകുന്നത്. ആ സമയത്ത് ഹിറ്റ്ലർ ജർമ്മനിയിലെ നാസി പാർട്ടിയുടെ തലവനായി ഉയർന്നു വരുന്നു. അയാൾ ജർമ്മൻ ജനതയെ തൻ്റെ പ്രസംഗങ്ങളിലൂടെ ജർമ്മനിയുടെ തകർച്ചയ്ക്ക് കാരണം ഈ ജൂതരാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അവർ നമ്മുടെ സമ്പത്ത് മുഴുവൻ കയ്യിലാക്കിയത് കാരണമാണ് ജർമ്മനി ഇന്ന് തകർച്ചയിലേക്ക് എത്തിയത് എന്ന് ഹിറ്റ്ലർ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ജൂതന്മാരുടെ ഫാക്ടറികളിലും മറ്റും ജർമ്മൻ ജനത അവരുടെ തൊഴിലാളികളും അടിമകളുമായി ജീവിക്കേണ്ട ഗതികേടിലാണിപ്പോൾ എന്നയാൾ വ്യാപകമായി പ്രചരിപ്പിച്ചു. ജർമ്മനിയുടെ ഭരണം നമുക്ക് പിടിച്ചെടുക്കണം, എന്നിട്ട് ഈ ജൂതന്മാരെ മുഴുവൻ ഇവിടെ നിന്ന് ഓടിക്കണം, എങ്കിലേ നമ്മുടെ നാട് രക്ഷപ്പെടൂ എന്ന ചിന്ത അവിടെയുള്ള സാധാരണക്കാരിൽ അയാൾ വളർത്തിക്കൊണ്ടുവന്നു. ജൂതന്മാരുടെ കയ്യിലായിരുന്നു ജർമ്മനിയിലെ ഭൂരിപക്ഷം വ്യവസായവും സമ്പത്തും എന്നിരിക്കെ ഹിറ്റ്ലറുടെ ഈ വാക്കുകൾ അവർ വളരെയധികം വിശ്വസിക്കുകയും ചെയ്തു. ജൂതർ കുശാഗ്ര ബുദ്ധിമാന്മാരും തന്ത്രശാലികളുമാണ് എന്ന് ഇന്നത്തെ പോലെ അക്കാലത്തും ജനം വിശ്വസിച്ചിരുന്നു. അങ്ങനെ ജർമ്മനിയിലെ ജനം മാറി ചിന്തിക്കാൻ തുടങ്ങി. ഏതോ നാട്ടിൽ നിന്ന് വന്ന ഈ ജൂത ജനതയ്ക്ക് കീഴിൽ നമ്മൾ എന്തിനു പണിയെടുക്കണം? നമ്മുടെ രാജ്യം നമ്മുടേതല്ലേ? അവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. ജൂതർ ന്യൂനപക്ഷമാണെങ്കിലും അവരാണ് ജർമ്മനിയെ നിയന്ത്രിക്കുന്നത്, അത് അവസാനിപ്പിക്കണം എന്ന ചിന്ത ഹിറ്റ്ലർ അവരിൽ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ജർമ്മൻ ജനത ഹിറ്റ്ലറുടെ കീഴിൽ അണിനിരന്നു. ഹിറ്റ്ലറെ അധികാരത്തിലേറ്റിയാൽ അദ്ദേഹം ജൂതരുടെ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുത്ത് ജർമ്മനിയിലെ പാവങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നും ജൂതരെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ച് അവരുടെ സ്വത്തുക്കളെല്ലാം തങ്ങൾക്ക് അനുഭവിക്കാമെന്നും അവർ വിശ്വസിച്ചു. വർഗീയതയും വംശീയതയും പറഞ്ഞ് ജനങ്ങളെ പരസ്പരം വെറുക്കാനും ഭിന്നിപ്പിക്കാനുമുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ അവിടെയും പ്രയോഗിക്കപ്പെട്ടു. അതൊരു നല്ല ആയുധമായി ഹിറ്റ്ലർ ഉപയോഗിച്ചു. അങ്ങനെ ജർമ്മനിയിൽ അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ ജൂതരെ നാടുകടത്തുമെന്നാണ് ജർമ്മൻ ജനത ആദ്യകാലത്തൊക്കെ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജർമ്മൻ ജനത അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. താമസിയാതെ അതിനായി സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിത്തുടങ്ങി. എന്നാൽ പൊതുജനത്തിനോ മാധ്യമപ്രവർത്തകർക്കോ പരിസരത്തേക്ക് പോലും പ്രവേശനമില്ലാതിരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കാണ് ഹിറ്റ്ലർ ആ ട്രെയിനുകളെല്ലാം എത്തിച്ചത്. അവിടെ അവരെ കൂട്ടക്കൊല നടത്തുകയായിരുന്നെന്ന് അവിടെയുള്ള സാധാരണ ജനം തുടക്കത്തിൽ അറിഞ്ഞതേയില്ല. ഇത് കാരണം 60 ലക്ഷത്തോളം ജൂതരെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടു അക്കാര്യം ലോകം അറിഞ്ഞതേയില്ല. വളരെ ആസൂത്രിതമായി നടത്തിയ വംശഹത്യയായിരുന്നു അത്. കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ കിലോമീറ്ററുകൾക്കടുത്തേക്ക് പോലും പോവാൻ സാധിക്കാത്ത വിധം അതീവ രഹസ്യമായിരുന്നു ഹിറ്റ്ലർ ആ കൂട്ടക്കൊല എല്ലാം നടപ്പാക്കിയത്. സൈനിക നിയന്ത്രണത്തിലായിരുന്ന ആ ക്യാമ്പുകളെല്ലാം ഓരോ ദിവസവും കൊല്ലുന്ന ആയിരക്കണക്കിന് പേരെ അപ്പോൾ തന്നെ കത്തിച്ചു കളയാൻ വലിയ ഫർണസുകളും 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. 1933 മുതൽ 1945 വരെ ഇത് തുടർന്നു. പിന്നീട് ജർമ്മനിയെ കീഴടക്കി ബ്രിട്ടീഷ് പട്ടാളം എത്തിയപ്പോഴേക്ക് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഗൂഢപദ്ധതികൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയാതെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തെങ്കിലും അധികാരത്തിലെത്താൻ വേണ്ടി ഹിറ്റ്ലർ കാണിച്ച ദുഷ്ടപ്രവൃത്തികളുടെ പാപഭാരം മുഴുവൻ ചുമക്കേണ്ടി വന്നത് ജർമ്മനിയിലെ ജനങ്ങളാണ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കും സമ്പത്തുകൾ കൈയടക്കുന്നതിനുമായും മനുഷ്യരെ പരസ്പരം തമ്മിലടിപ്പിച്ചും ഭിന്നിപ്പിച്ചും ശത്രുക്കളാക്കിയും അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന കാബാലികർ ലോകത്ത് ഹിറ്റ്ലറിൽ അവസാനിക്കുന്നില്ല. ജനങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പൊതു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ച് അവരാണ് പ്രശ്നക്കാർ എന്ന നരേഷൻ സൃഷ്ടിക്കുന്ന രീതി ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ കണ്ണു തുറന്നു നോക്കിയാൽ സാധാരണ ജനത്തെ പറ്റിച്ചും ഇല്ലാ കഥകൾ പറഞ്ഞും തെറ്റിദ്ധരിപ്പിച്ചും ഒപ്പം കൂട്ടി ഭരണകൂടങ്ങൾ വംശഹത്യകളും പാർശ്വവൽക്കരണങ്ങളും ആസൂത്രണം ചെയ്യുന്നത് നമുക്ക് കാണാനാവും.
എല്ലാ ഗീബൽസിയൻ നുണകളും വിശ്വസിച്ച ജർമ്മൻ ജനതയെപ്പോലെ ലോകത്തിലെ നാനാഭാഗത്തും പാവപ്പെട്ട മനുഷ്യർ പരസ്പരം വെറുക്കുന്നു, പോരടിക്കുന്നു. മതം, ജാതി, വർഗം എന്നതെല്ലാം ആ വെറുപ്പുകളുടെ പ്രചരണ തന്ത്രങ്ങൾ മാത്രമാണ്. മറ്റൊരുവൻ്റെ നാശത്തിലൂടെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന ചിന്ത നമ്മെ വരുതിക്ക് നിർത്താൻ നമ്മുടെ ശത്രു നമ്മളിൽ പ്രയോഗിക്കുന്ന ഒരു തന്ത്രം മാത്രമാണ് എന്ന സത്യം തിരിച്ചറിയപ്പെടാതെ പോകുന്നു. ജനാധിപത്യം എന്ന വിളിപ്പേരിൽ നടപ്പാക്കപ്പെടുന്ന ഏകാധിപത്യ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതിലൂടെ നമ്മൾ തോണ്ടുന്നത് നമ്മുടെ ശവക്കുഴികൾ തന്നെയാണ്. വർഗീയതകളും വെറുപ്പുകളും ഉപേക്ഷിക്കുക, മാനവിക ചിന്തകൾ മനസ്സിൽ വളർത്തുക. ഹിറ്റ്ലറെ പോലുള്ള ഏകാധിപതികളെയല്ല, മറിച്ച് ജനാധിപത്യ ചിന്തയുള്ള നേതാക്കളെയാണ് നാനാത്വത്തിൽ ഏകത്വമെന്ന മുഖമുദ്രയുള്ള ഈ ബഹുസ്വര രാജ്യത്തിന് ആവശ്യം. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.